ഈ പോപ്പിന്റെ ആരോഗ്യാവസ്ഥ മോശമായ സമയത്തൊക്കെ നമ്മൾ ഓരോരുത്തരും രാവിലെ ഉച്ച വൈകുന്നേരം എന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയിൽ ഓരോ അപ്ഡേറ്റുകളും നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അദ്ദേഹം തിരിച്ച് വത്തിക്കാനിലേക്ക് എത്തി എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഈസ്റ്റർ ദിന സന്ദേശമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇത് അപ്രതീക്ഷിതമായൊരു വിയോഗമാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഇനിയും കുറേ കാലം ഉണ്ടാകും, സ്നേഹത്തിന്റെ വക്താവായി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ലോകം പരിശുദ്ധ പാപ്പായുടെ ആശുപത്രിയിൽ നിന്നുള്ള മടങ്ങിവരവ് കണ്ടത്. തുടർന്ന് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് നമ്മോട് കൂടെ സഭയെ നയിച്ച് ലോകത്തിന് നേതൃത്വം നൽകി ഉണ്ടാകും എന്ന പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഈ പുനരുത്ഥാന കാലഘട്ടത്തിൽ തന്നെ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കുന്ന ഈ നാളിൽ തന്നെ അദ്ദേഹം തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായിരിക്കുന്നു. നിശ്ചയമായിട്ടും മാനുഷികമായി വളരെയേറെ വേദനയുണ്ട്, ദുഃഖമുണ്ട്. സഭയ്ക്ക് മുഴുവനും എന്നല്ല, നല്ല മനസ്സുള്ള എല്ലാവർക്കും, ലോകം മുഴുവനും ദുഃഖമുള്ള ഒരു വാർത്തയാണിത്. ആകസ്മികമാണ് എന്നൊരർത്ഥത്തിൽ പറയാം. കാരണം ഇന്നലെ ഈസ്റ്റർ നാളിൽ അദ്ദേഹം ലോകത്തിനും സഭയ്ക്കും സന്ദേശവും ആശീർവാദവും നൽകിയതാണ്. വളരെ പെട്ടെന്ന് ഇപ്പോൾ അദ്ദേഹം പിതാവിൻ പക്കലേക്ക് യാത്രയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഓർമ്മയാകുന്നുവെങ്കിലും അദ്ദേഹം പങ്കുവച്ച സന്ദേശങ്ങൾ നമുക്കൊപ്പമുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അദ്ദേഹം നൽകിയ സന്ദേശം ഹമാസിനോട് ആവശ്യപ്പെടുകയാണ്, ബന്ദികളെ മോചിപ്പിക്കണം. ഗാസയിൽ വെടിനിർത്തൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. അനധികൃത കുടിയേറ്റക്കാരോടുള്ള പുതിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടുകളോട് ശക്തമായി സംസാരിച്ച വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം ഓർമ്മയാകുന്നുവെങ്കിലും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ, അദ്ദേഹം നൽകിയ സന്ദേശങ്ങൾ നമുക്കൊപ്പമുണ്ടെന്നും. തീർച്ചയായിട്ടും അദ്ദേഹം സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള നിലയിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് നേതൃത്വം നൽകി. എന്നാൽ സഭയെയോ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികളെയോ മാത്രമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്നത്. ലോകത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതുപോലെ ആനുകാലികമായ സംഭവങ്ങളിൽ നീതിയുടെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് ധൈര്യപൂർവം നിലപാടുകളെടുത്ത ഒരു പരിശുദ്ധ പിതാവാണ് ഫ്രാൻസിസ് പാപ്പ. അതുപോലെ തന്നെ പ്രപഞ്ചത്തെയും ലോകത്തെയും സ്നേഹിക്കുവാൻ, പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാൻ, പ്രകൃതിയെ സംരക്ഷിക്കുവാനൊക്കെ ശക്തമായ നിലപാടുകളെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം കടന്നു പോകുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും നിശ്ചയമായിട്ടും ദീർഘകാലം സഭയെയും പൊതുസമൂഹത്തെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കും. മാറ്റങ്ങളുടെ മഹാ ഇടയനാണ് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. അപ്രതീക്ഷിതമായ വിയോഗമാണ്. ശ്രീ തോമസ് തറയിൽ, അദ്ദേഹത്തിനോട് ഈ ആശുപത്രിയിൽ നിന്ന് ആശുപത്രിവാസത്തിന് ശേഷം തിരിച്ച് അദ്ദേഹം വത്തിക്കാനിലേക്ക് മടങ്ങുന്ന സമയത്ത് ഡോക്ടർമാർ അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു, പരിപൂർണ വിശ്രമം വേണമെന്ന്. പക്ഷേ അദ്ദേഹം റോമിലെ ജയിലിലേക്ക് പോകുന്നു. അവിടെ തടവറയിലുള്ള ജയിൽവാസികളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു. പരിപൂർണ വിശ്രമം, ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ട് പോലും അദ്ദേഹം എന്തിനാണോ വിശ്വസിച്ചത് അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതെ, അതുതന്നെയാണ് ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടെ അവതരിപ്പിക്കുന്നതിൽ എപ്പോഴും സധൈര്യം മുന്നോട്ട് വന്ന വ്യക്തിയാണ്. നിശ്ചയമായിട്ടും ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ പരിഗണിച്ചാണ് പരിപൂർണ വിശ്രമം കൽപ്പിച്ചു നൽകിയത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവനേക്കാൾ വലുത് സത്യവും നീതിയും സമാധാനവും ലോകത്ത് പുലരുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അന്ത്യനിമിഷം വരെയും, അതായത് ഇന്നലെ ലോകത്തിന് നൽകിയ ആ സന്ദേശത്തിൽ പോലും ഈ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് ലോകത്തിൽ സമാധാനമുണ്ടാവണം, യുദ്ധങ്ങൾ അവസാനിക്കണം, പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അഭയാർത്ഥികളോടുമൊക്കെ കാരുണ്യം കാണിക്കണം എന്ന് തുടങ്ങുന്ന ക്രൈസ്തവ മൂല്യങ്ങൾ
അത് സാർവത്രിക മൂല്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനും എപ്പോഴും അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പെസഹ കാലത്ത്, പെസഹ വ്യാഴാഴ്ച അദ്ദേഹം ജയിലിൽ പോവുകയും അവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം തുടരുന്ന ഒരു ശൈലിയാണത്. ജയിലിൽ പോയി തടവറ മക്കളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അവരെ ആശ്വസിപ്പിക്കുക. ആ ഒരു ദൗത്യം തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവസാന നിമിഷം വരെയും സജീവമായി പ്രവർത്തന നിരതരായിരുന്നിട്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കടന്നു പോകുന്നത്. തീർച്ചയായും അദ്ദേഹം എന്നും പറയുന്നത് പോലെ ജീവിതം ജീവൻ, അതാണ് ഏറ്റവും വലിയ സമ്മാനം. അതിനെ ബഹുമാനിക്കണം. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലും അവസാന നിമിഷങ്ങളിലും അദ്ദേഹം അതുതന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തെ ഏറ്റവും വലിയ ബഹുമാനമായി കണ്ടു. തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊരു ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ടാണ് 2013 മാർച്ചിൽ അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കത്തോലിക്ക സഭയുടെ 266ാമത് മാർപ്പാപ്പയായിരുന്നു. നമ്മൾ ഓർക്കേണ്ടത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു എന്നുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പയാകുന്ന ആ ദിവസം തന്നെ പല ചരിത്രങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ടുള്ള ചുവടുകൾ വെച്ചത്.